ആൽമണ്ട് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആൽമണ്ട് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതൊരു 100 ഗ്രാം ഉണ്ട്. ഞാനിവിടെ ആൽമണ്ട് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ ആൽമണ്ട് പൗഡർ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചാലും മതി. പിന്നെ വേണ്ടത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. ഓൾ പർപ്പസ് ഫ്ലോറോ അല്ലെങ്കിൽ മൈദപ്പൊടി ആയിരുന്നാലും മതി. അത് ഞാനിവിടെ 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ആൽമണ്ട് പൗഡറിന്റെ പകുതി എടുക്കുക ഓൾ പർപ്പസ് ഫ്ലോർ. പിന്നെ പഞ്ചസാര വേണം. പഞ്ചസാര 130 ഗ്രാം എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഞാനിവിടെ 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ബട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 113 ഗ്രാം ആണ്. പിന്നെ വേണ്ടത് മുട്ടയാണ്. മുട്ട 3 എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡർ 1/2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ വാനില എസൻസ് വേണം. വാനില എസൻസ് 1 ടീസ്പൂൺ വേണം. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. ഈ കേക്കിന്റെ ബാറ്ററിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ആൽമണ്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഈ കേക്കിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ കേക്കാക്കാന്ന്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് മാറ്റി വയ്ക്കാം. ഈ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ആദ്യം തന്നെ പഞ്ചസാരയും ബട്ടറും മുട്ടയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ചിട്ട് എടുക്കുക. ഇതിലേക്ക് മുട്ട ചേർക്കുക. ഞാനിവിടെ 3 മുട്ടയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ബട്ടർ ചേർക്കുക. ബട്ടർ എടുക്കുമ്പോൾ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. ബട്ടർ നല്ല സോഫ്റ്റായിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്ത വഴിക്കാണ് ബട്ടർ ഇതിലേക്ക് ചേർക്കരുത്. ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയും പഞ്ചസാരയും ബട്ടറും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കും. പക്ഷേ അത് കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ആ ബാറ്റർ ശരിയായിട്ട് വരും. മിക്സിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. ആൽമണ്ട് പൗഡർ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ബീറ്റർ വെച്ചിട്ട് അടിക്കണ്ട. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് ചേർക്കാം. ആൽമണ്ട് പൗഡർ ഈ ബാറ്ററിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കാം. മൈദപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ആൽമണ്ടും കൂടിയിട്ട് ആ മൈദപ്പൊടിയിൽ ഏറ്റവും മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആൽമണ്ട് നമ്മൾ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ആൽമണ്ട് എല്ലാവരും കേക്കിൻ്റെ അടിയിൽ പോയിരിക്കും. ഈ മൈദപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ആൽമണ്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഈ മൈദപ്പൊടി 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഈ ബാറ്ററിലേക്ക് ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള മൈദപ്പൊടി കൂടിയും ചേർക്കുക. ബാറ്റർ അടിയിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ മിക്സ് ചെയ്യാണ്ടിരിക്കും. ഇതേപോലത്തെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും എളുപ്പം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർക്കാം. ഈ മിൽക്കും ഈ ബാറ്ററിൽ നന്നായിട്ട് മിക്സ് ആവണം. ആ മിൽക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കേക്ക് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ബാറ്ററിലേക്ക് 1 നുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ വാനില എസൻസ് ഈ ബാറ്ററിലേക്ക് നിങ്ങൾ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ആ വാനില എസൻസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാനില എസൻസ് ചേർത്താൽ മതി.
അപ്പോൾ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കുക. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. ഇതിലും വലിയ പാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാറ്റർ കുറവായിരിക്കും. ബട്ടർ ഈ പാൻ്റെ എല്ലായിടത്തുനിന്ന് തേച്ച് കൊടുക്കുക. ഈ സൈഡിലും നന്നായിട്ടൊന്ന് ആവണം ബട്ടർ. ഈ കേക്ക് ഞാനിവിടെ 360 ഫാരനൈറ്റിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. സെൻറ്റിഗ്രേഡിലാണ് ഞാൻ 180 സെൻറ്റിഗ്രേഡിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. ഈ ട്രേയുടെ ഉള്ളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിക്കുക. ഞാനിവിടെ ഓവൻ ഓണാക്കിയിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ കറക്റ്റ് ടെമ്പറേച്ചറായിട്ട് മാത്രം കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി കേക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ട്രേ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഈ കേക്കിൻ്റെ ബാറ്റർ ലെവലായി കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ മുകളിൽ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് ഇടുക. ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. ഇതൊരു 30 മിനിറ്റ്സ് തുടങ്ങിയിട്ട് 40 മിനിറ്റ്സ് വരെ എടുക്കും ഈ കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 30 മിനിറ്റ്സ് ആകുമ്പോൾ കേക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഈ കേക്കിൻ്റെ മുകളിലേക്ക് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ആ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് 30 മിനിറ്റ്സാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. കേക്ക് പതുക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ട്രെയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. കേക്ക് എടുക്കാൻ പോണതിന് മുമ്പ് ഇതേപോലെ പതുക്കെ സൈഡിൽ നിന്നൊന്ന് വിടിച്ചു കൊടുക്കുക. ഈ ബട്ടർ പേപ്പർ മാറ്റാം. ഇപ്പോൾ ആൽമണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണത്.